നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരുന്നു. തിരുവനന്തപുരത്ത് അഫാൻ്റെ കേസ് എല്ലാവർക്കും അറിയായിരുന്നു. അഫാൻ എന്ന് പറയുന്ന കുടുംബത്തിലെ എല്ലാവരെയും ഒറ്റയടിക്ക്, അത് കാമുകി ഉൾപ്പെടെ എല്ലാവരെയും ഒരു ദിവസം കൊലപ്പെടുത്തി. അതും അതിക്രൂരമായ രീതിയിലാണ് അഫാൻ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യമുണ്ട്. മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെ ബാക്കി വെച്ച് അഫാൻ്റെ കേസ് മുമ്പോട്ട് പോവുകയായിരുന്നു. അഫാൻ നിലവിൽ ജയിലിലായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ന് വന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതിനു മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എലിവിഷം കഴിച്ചിട്ടായിരുന്നു ഇതിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇന്ന് ഇപ്പോൾ ശുചിമുറിയിൽ, അതായത് നമ്മൾ മുണ്ട് ഉപയോഗിച്ച് ശുചിമുറിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യമാണ്. ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു ആള് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കൂടെ ഉണ്ടായിരുന്ന സഹ തടവുകാരൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യം നടത്തിയിരിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് സൗണ്ട് കേൾക്കുകയും പോലീസ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയുന്നത് വളരെ അതീവമായിട്ടുള്ള ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത് എന്നാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ അഫാന്റെ നില. അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തലച്ചോറിലേക്കുള്ള രക്തസഞ്ചാരം തടസ്സപ്പെട്ടതായിട്ടാണ് ഡോക്ടർമാര് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവശ നിലയിലായിരുന്നു അഫാനെ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അതെ, അഫാന്റെ നില അതീവ ഗുരുതരമാണ്. അതുകൂടാതെ ഇന്ന് 11 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ആളുടെ ഒരു മാനസിക നില എന്താണെന്ന് പ്രത്യേകം കണ്ടുപിടിക്കേണ്ടത്. അവരുടെ മാതാപിതാക്കളാണെങ്കിലും തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയൊരു ആത്മഹത്യാ ശ്രമം കൂടി അഫാൻ നടത്താനുള്ള എല്ലാ തരത്തിലുള്ള ചാൻസുകളും ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫാൻ പ്രകടിപ്പിച്ചിരുന്ന, അതായത് അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അഫാൻ പ്രകടിപ്പിച്ചിരുന്ന ചില മാനസികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പൊറോട്ട വേണം, രാത്രി പൊറോട്ട വേണം, മീൻകറി വേണം ഉച്ചയ്ക്ക്, എന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യങ്ങൾ ഒരുപാടായിരുന്നു. അപ്പോൾ പോലീസുകാർക്കാണെങ്കിലും ഈ ഒരു ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതിരിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ടും ആ ആൾ പെരുമാറിയ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അതാണ് പോലീസുകാരെ ആണെങ്കിലും അതിശയിപ്പിച്ചത്. അതുപോലെ തന്നെ കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപേയും അഫാൻ ഇങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്തിയതുകൊണ്ട്, അതായത് എലിവിഷം ഉള്ളിൽ ചെന്നിട്ട് ആൾ ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയത് കൊണ്ട് തന്നെ അതീവ സുരക്ഷ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു പോലീസുകാർ നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സെല്ലിലായിരുന്നു, പ്രത്യേക സെല്ലിലായിരുന്നു അഫാനെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസാധാരണമായ ചില ശബ്ദം കേട്ടെത്തിയ ജയിൽ ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യാ ശ്രമം ആദ്യം കാണുന്നത്. വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചതിനെ തുടർന്നാണ് അഫാനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നെ ഒരു 11:30 ആയപ്പോഴത്തേക്കും അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഫെബ്രുവരി 24 വെഞ്ഞാറമ്മൂട് കൊലപാതകം നടന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അഫാനെ ജയിലിൽ അടച്ചത്. കുറ്റം അദ്ദേഹം ചെയ്തു എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരികയും എല്ലാം ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇനി മാനസികപരമായിട്ടുള്ള വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പിതൃമാതാവ് സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ ആയിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഉമ്മ മാത്രം ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന കാര്യമുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും ആള് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തുന്നത് എന്നതിൽ, അല്ലെങ്കിൽ ആളുടെ മാനസിക നില എന്താണെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആത്മഹത്യ ചെയ്യാൻ ഉള്ള കാരണം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആത്മഹത്യ അല്ല, അല്ലെങ്കിൽ ഉമ്മാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സമയത്താണെങ്കിലും ഉമ്മ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു കേസായിരുന്നു. കാരണം സ്വന്തം അനിയനെ പോലും, അല്ലെങ്കിൽ സ്വന്തം മകനെ പോലും, ആ ഉമ്മയുടെ കാര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സ്വന്തം മകനെ പോലും കൊന്ന ഒരു മകനാണ് കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ മകനെ, അഫാനെ എപ്പോഴും സംരക്ഷിക്കാനാണ് ആ ഉമ്മ ശ്രമിച്ചിരുന്നത്. സ്വന്തം മകനെ കൊന്നയാളെ തന്നെ സംരക്ഷിക്കാൻ നോക്കുന്നു. അതും പലതരത്തിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. കാരണം എന്തൊക്കെ ചെയ്താലും സ്വന്തം മകൻ മകനല്ലാതാവില്ല. ഒരു മകനെ നഷ്ടപ്പെട്ടു, ജീവിച്ചിരിക്കുന്ന ഈ മകനെയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിക്കൊള്ളാം അല്ലേ ആ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തുടക്കത്തിൽ അവർ നൽകിയിരുന്ന മൊഴി കട്ടിലിൽ നിന്ന് വീണിട്ടാൽ തനിക്ക് പരിക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇപ്പോൾ ആ ഒരു എന്താണ് ഈ ഒരു കൂട്ടക്കൊലപാതകത്തിനുള്ള കാരണം എന്ന രീതിയിൽ അഫാൻ പറഞ്ഞിട്ടുള്ളത് കടബാധ്യതയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നാണ് പറയുന്നത്. വലിയ രീതിയിൽ കടബാധ്യത ഉണ്ടായതുകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ. പിന്നെ അഫാന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്ന സമയത്താണ് പറഞ്ഞത് അത്തരത്തിലുള്ളൊരു കടബാധ്യതയും നാട്ടിലുണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്.
അതുപോലെ ഈ പിതൃ സഹോദരൻ്റെ അടുത്തായാലും കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദിക്കുന്ന സമയത്തായാലും അവർ വൻ രീതിയിൽ കളിയാക്കുകയും തരില്ല എന്ന് പറയുകയും ആ ഒരു കാരണങ്ങൾ കൊണ്ട് വൻ രീതിയിൽ അഫാനായാലും ദേഷ്യം ഉണ്ടാവുകയും ആ ദേഷ്യത്തിന്റെ പുറത്താണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊലപ്പെടുത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു വേറെ രണ്ടുപേരെയും, പക്ഷേ അത് നടത്തില്ല. കാരണം ഈ സഹോദരനെ കൊലപ്പെടുത്തിയപ്പോഴത്തേക്ക് ആളുടെ കൺട്രോൾ പോയി എന്ന രീതിയിലൊക്കെ ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മൊഴി നൽകിയതിൽ. അപ്പോൾ ആ ഒരു അത് കാരണം മറ്റു രണ്ടുപേരും രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ ഫർസാനെയും കൊലപ്പെടുത്തിയ കാരണം എന്താണെന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. പല കാര്യങ്ങളും ഇപ്പോഴും ഇങ്ങനെ വെളിച്ചം വരാതെ കുറെ കാര്യങ്ങൾ ഇനിയും തെളിയേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് ഇവരൊക്കെ കൊന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പിന്നെ ഉമ്മ രക്ഷപ്പെട്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് സ്വന്തം കാമുകിയെ എന്തിനു കൊന്നു, വീട്ടുകാരെ എന്തിനു കൊന്നു, എങ്ങനെ ഇത്രയും കടം വന്നു, അതെന്തുകൊണ്ട്, എവിടെ നിന്നാണ് ഇതിലൊരു മോട്ടിവേഷൻ കിട്ടിയത്, അല്ലെങ്കിൽ മറ്റ് വല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു എന്താ പറയുക കേസിൽ ഇപ്പോഴും തെളിയാതെ കിടക്കുന്നുണ്ട് അല്ലേ, ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ല രീതിയിലുള്ളൊരു ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം അഫാന്റെ മാനസിക നില നല്ല രീതിയിൽ മാറേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ടെൻഡൻസി, ആത്മഹത്യാ പ്രേരണ വളരെയധികം കുറഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു എന്താണ് ശരിക്കും സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു മോട്ടീവ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ തെളിയുകയുള്ളൂ. ആ ഒരു കൊലപാതകം നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡൗട്ട് എന്ന രീതിയിൽ പിന്നെ പ്രചരിച്ചത് വല്ല കൂടോത്രോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിരിക്കാം എന്ന രീതിയിലൊക്കെ കേസ് പോയിട്ടുണ്ടായിരുന്നു. കാരണം 23 വയസ്സ് മാത്രമുള്ളൊരു എന്താ പറയുക യുവാവാണ്. അപ്പോൾ എത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ് ഈ ഒരു യുവാവിനുള്ളത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളൊക്കെ പോലീസിനെ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് എത്തിച്ചതാണ്. എങ്ങനെയാണ് ഈ ഒരു 23-കാരൻ എങ്ങനെയാണ് ഇങ്ങനെ ആയി പോയത് എന്നുള്ള കാര്യങ്ങൾ. കാരണം നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയമുള്ള ഒരു കുടുംബം, അതിലെ നല്ല പ്രിയമുള്ള ഒരു കുട്ടി. ആ 23 വയസ്സുകാരനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. അന്ന് സ്വന്തം അനിയനെ കൊല്ലാൻ പോലും നിൽക്കുന്ന സമയത്ത് കുഴിമന്തി വരെ മേടിച്ചു കൊടുത്ത് അങ്ങനെ എന്നിട്ട് അനിയനെ കൊന്ന ശേഷം ഒരു ഓട്ടോയിൽ കയറി പോയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഇവൻ്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തു എന്നതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഭാവവും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഓട്ടോ ഡ്രൈവറിൽ നിന്നൊക്കെ നമുക്ക് മൊഴി ലഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫർസാനെ കാണാൻ പോയപ്പോഴായാലും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു. പിന്നീട് മുളക് പൊടി വാങ്ങിച്ചുകൊണ്ട് പോവുക, അതായത് ശരിക്കും വെൽ പ്ലാൻഡ് ആയിട്ട്, അതായത് ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ മറ്റുള്ളവർ നാട്ടുകാർ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ കണ്ണിൽ മുളക് പൊടി വിതറുക എന്നിട്ട് ലക്ഷ്യത്തോടെ മുളക് പൊടി വാങ്ങിച്ചുകൊണ്ട് പോവുക. അതായത് എല്ലാം ആള് കണക്ക് കൂട്ടിയിട്ടുണ്ട്, എങ്ങനെ പ്രതിരോധിക്കണം, ഇനി ഒരു വേറൊരാൾ വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വൻ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ആൾ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത്. അപ്പോൾ ഒരു ആക്സിഡന്റിൽ നടന്നൊരു കാര്യമാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ശരിക്കും ഒരു എന്ത് പ്രേരണയാണെന്ന് മാത്രം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് പറയപ്പെടുന്നത് വലിയൊരു കടബാധ്യത മൂലമാണ് ബന്ധുക്കളെ എങ്ങനെ കൊന്നത്, അതുപോലെ അവരെ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് അതാണ് മോട്ടിവേറ്റ് ആയത്, അതുകൊണ്ട് അതിന്റെ പ്രതികാരം എന്ന നിലയ്ക്കാണ് അഫാൻ ഇതെല്ലാം ചെയ്തത് എന്നാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ അങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും അഫാന്റെ ഈ ഒരു ആരോഗ്യസ്ഥിതി നല്ല രീതിയിലായാൽ മാത്രമേ എന്താണ് ഇനി ശരിക്കും ഉള്ളത്, ആ കേസിനെ കുറിച്ചിട്ട് ഒരു നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ അഫാന്റെ അടുത്ത് മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. ഇന്നലെയായിരുന്നു ഈ ഒരു കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്, ഇന്നലെയായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആത്മഹത്യാ പ്രേരണയ്ക്ക് മുതിർന്നിരിക്കുന്നത്. ഇനി അഫാന്റെ നില എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഏകദേശം നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റും. അതെ, അങ്ങനെ ആണെങ്കിൽ അഫാന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഉമ്മയ്ക്ക് 2 മക്കളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്തായാലും ശരിക്കുള്ള കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ കോടതിയിൽ സമർപ്പിച്ചൊരു കുറ്റപത്രത്തിൽ 450 പേജുള്ള കുറ്റപത്രത്തിൽ 120 സാക്ഷികളുണ്ട്. 120 സാക്ഷികളാണ് ഈ ഒരു കുറ്റപത്രത്തിലുള്ളത്. അപ്പോൾ അത്രയും മാത്രം നമുക്ക് ഈ ഒരു കേസിനെ കാണാൻ പറ്റും. കാരണം അത്രയും മാത്രം വലിയൊരു കേസായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചാണ് കൊന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അഫാന്റെ അടുത്ത അപ്ഡേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അഫാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ അതോ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം.